ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതം പൊടിയും ചെറുപയറും ഒക്കെ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മെഷർമെൻറ്റ് കപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ ദാ ഈ വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം. എല്ലാ ചേരുവകളും ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. 3-4 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉടനെ തന്നെ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണേ. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ചെറുപയറാണ്. ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ അമൃതം പൊടിയൊക്കെ അളന്നെടുത്തില്ലേ, അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ചെറുപയറും എടുത്തിട്ടുള്ളത്. ഇനി ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറുപയറിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറി വരും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഒരു ഗ്ലാസ് കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിന് കടല, നിലക്കടല അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുക. പെട്ടെന്നാവാനായിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അകമൊന്നും നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കപ്പലണ്ടിയൊക്കെ നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടാവും. അതുപോലെ കളറും ഒന്ന് മാറിയിട്ടുണ്ടാവും. കണ്ടോതായി ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറില്ലേ, ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല, ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ പൊടിഞ്ഞ് കിട്ടേണ്ടത്. ഇതിനിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതേ ജാറിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയില്ലേ, ചെറുതായിട്ട് ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതും നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. പൾസ് ബട്ടണിൽ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതിയാകും കേട്ടോ. ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി. ഇതും നമുക്കിനി ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് 1.5 ഗ്ലാസ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. ഇവിടെ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് നമുക്കൊരു കടായി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് കേട് വരാതിരിക്കാനായിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കണത്. ഇങ്ങനെ നന്നായിട്ട് തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഷെയ്ഡൊക്കെ കണ്ട ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് പോലെ ആയില്ലേ, ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറിൻ്റെ പൊടിയില്ലേ, അതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഓൾറെഡി ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ടെടുത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ നെയ്യും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ, അത് ഞാൻ അരിച്ചുകൂടെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. നമുക്കിതിങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള പോലെ തോന്നും. പക്ഷേ 2-3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഇത് നല്ലോണം തിക്കായിട്ട് വരും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളുപ്പും നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്തോറും ഇതിങ്ങനെ ടൈറ്റായി വരും. നമുക്ക് ഈ സമയം വേണമെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ.
ദാ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഞാൻ ഇതുപോലത്തെ സ്പൂണിലാണ് കേട്ടോ ഇത് ഷേപ്പാക്കിയിട്ടെടുക്കണത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിന് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ എടുക്കാം. ഈ മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ നമുക്കിത് വിട്ട് കിട്ടും. പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ എടുക്കണ സ്പൂണിൽ ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കണതും നല്ലതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. മിക്ക കുഞ്ഞുങ്ങൾക്കും അമൃതം പൊടിയും ചെറുപയറും ഒക്കെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കില്ലേ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് കൂടെയാണ് കേട്ടോ ഇത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്